നമുക്ക് ചുറ്റുമുള്ള ചില ആളുകളുടെ സംസാരങ്ങൾ അല്ലെങ്കിൽ അവരുടെ തമാശ രൂപേണയുള്ള വാക്കുകൾ വരെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ തൊഴിലിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ ചില ബുദ്ധിമുട്ടുകൾ, ചില തടസ്സങ്ങളൊക്കെ കൊണ്ടുവന്നേക്കാം. നമ്മളെ താല്പര്യമില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ നമ്മളോട് ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്ന ആളുകളുടെ വാക്കുകളും പ്രവൃത്തികളും നമ്മളെ ചിലപ്പം ജീവിതത്തിൽ പ്രതികൂലമായിട്ട് ബാധിച്ചേക്കാം. അപ്പോൾ അത്തരത്തിൽ അങ്ങനെയുള്ള ആളുകൾക്കെതിരെ പരമ്പരാഗതമായിട്ട് വടക്കൻ മലബാർ മേഖലകളിലൊക്കെ പ്രയോഗിച്ചിരുന്ന ഒരു ഗ്രാമദേവത, അതായത് ഭഗവതി സങ്കല്പത്തിലുള്ള ഒരു ഭഗവതിയുടെ ഒരു നാടൻ മന്ത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. എങ്ങനെയാണത് ജപിക്കേണ്ടത്, ഏത് രീതിയിലാണ് നമുക്കതിൻ്റെ ഫലം കിട്ടുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഈ കാണുന്ന നമ്പർ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നമുക്ക് ആ ഒരു മന്ത്രം നമ്മൾ 4 വെള്ളിയാഴ്ചകളിലായിട്ടാണ് ജപിക്കേണ്ടത്. രാത്രി 7 മണിക്ക് ശേഷമാണ് നിങ്ങൾ ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത്. 4ാമത്തെ ആഴ്ച പൂർത്തിയാകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കാര്യസാധ്യം ദേവിയോട് പറയുകയാണ് ചെയ്യുക. മന്ത്രജപ ശേഷം നമുക്ക് ആളുടെ നക്ഷത്രം വെച്ചിട്ട് വേണമെങ്കിലും പറയാവുന്നതാണ്. 21 തവണ വീതമാണ് നമ്മൾ 4 വെള്ളിയാഴ്ചകളിൽ ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത്. ഈ ഒരു മന്ത്രം ജപിക്കുന്നത് മൂലം നമ്മുടെ ശത്രുവിൻ്റെ വാക്കും പ്രവൃത്തിയും ശരീരസ്തംഭനമാണ് ഫലമായിട്ട് പറയുന്നത്. അവരുടെ വാക്കിനെ നിയന്ത്രിക്കപ്പെടുന്നു. നമുക്കെതിരെ ദോഷം പറയാത്ത രീതിയിൽ അവരുടെ ശരീരത്തിൽ സ്തംഭനം സംഭവിക്കുന്നു. അത്തരത്തിൽ വിശേഷപ്പെട്ട ഈ ഒരു മന്ത്രം നമുക്ക് എങ്ങനെയാണ് ജപിക്കുന്നതെന്ന് നോക്കാം. ഓം നമോ ഭഗവതേ ചെമ്പരത്തിക്കുറുമ്പേ, എള്ളുറഞ്ഞ മനം എണ്ണയലിഞ്ഞ് മനക്കണ്ണിലെണ്ണ ഞാനെന്ന് മനമലിഞ്ഞ് നറുചന്ദനം പോലെ മനമലിഞ്ഞ് പോരിൽ തോറ്റ കോഴിയെപ്പോലെ എന്നടിക്കീഴ് വന്ന് കുമ്പിടുക സ്വാഹ. അപ്പോൾ ഈ ഒരു മന്ത്രത്തിൽ വലിയൊരു വശീകരണം കൂടി നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ ശത്രു എത്ര വിരോധിച്ച് നിൽക്കുന്ന ആളാണെങ്കിലും അയാളുടെ ആ ഒരു രൗദ്രഭാവത്തെ ഇല്ലായ്മ ചെയ്ത് അവരുടെ നാവിനെ ബന്ധിച്ച് നമ്മളിലേക്ക് ഒരു ആകർഷണം തോന്നി നമ്മുടെ കീഴിൽ നിൽക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മനോഗതി നൽകുന്ന ഒരു പരാംഗതമായിട്ടുള്ള ഒരു മന്ത്രമായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു മന്ത്രം ഉപയോഗിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക, വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് ഉപയോഗിക്കുക. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ ഒരു മന്ത്രം മാത്രമല്ല, മറ്റൊരു മന്ത്രങ്ങളും നമ്മൾ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്യാൻ പാടില്ല. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി.